Scaling in fluid mechanics. So consider a fluid which is placed in between two parallel plates. That means the fluid is having a rectangular shape. Now the volume of the fluid is V is equal to area into height. രണ്ട് പാരലൽ പ്ലേറ്റ്സിൻ്റെ നടുക്കായിട്ടാണ് ഫ്ലൂയിഡ് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ദെൻ ടോപ്പ് പ്ലേറ്റിന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ്. ടോപ്പ് പ്ലേറ്റിന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരുന്നത് പാരലോഗ്രാം ഷേപ്പായിട്ട് മാറും. മീൻസ് ആ ഒരു ഷേപ്പിൽ വേരിയേഷൻ വരികയാണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സാണ്. സോ ഈ ഒരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ടോ. സോ ഈ ഒരു ഷിയർ ഫോഴ്സ് കാരണം ആ ഒരു ഫ്ലൂയിഡിൻ്റെ അകത്ത് ഒരു വെലോസിറ്റി, ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പ്രൊഫൈൽ ഡെവലപ്പ് ആകും. മീൻസ് ഫ്ലൂയിഡിൻ്റെ അപ്പർ പോർഷനിൽ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ബോട്ടം പോർഷൻ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഈ ഒരു ഷിയർ ഒരു ഫ്ലൂയിഡിലേക്ക് ഇതേപോലെ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഷിയർ ഡിഫോർമേഷൻ വരുന്നു പറഞ്ഞു. സോ ആ ഒരു ഷിയർ ഡിഫോർമേഷനെ ഫ്ലൂയിഡ് ഒപ്പോസ് ചെയ്യും. അതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയാം. ഷിയർ ഡിഫോർമേഷന് ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലൂയിഡ് പ്രോപ്പർട്ടീനെയാണ് വിസ്കോസിറ്റി എന്ന് പറയാം. ഞാൻ ആ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഫിഗർ ഇവിടെ നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് ന്യൂട്ടോണിയൻ ഫ്ലോയിൽ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് ആണ്. സോ കൺസിഡർ ചെയ്യുക, ഷിയർ സ്ട്രെസ് ടോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ റെക്റ്റാങ്കുലർ ആയിരുന്നത് പാരലോഗ്രാം ആയിട്ടാണ് മാറുക. സോ ടു അവിടെ ഒരു ആംഗിളിലാണ് വേരിയേഷൻ വരിക. സോ ടു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഇനി നേരത്തെ പറഞ്ഞു ഒരു വിസ്കോസിറ്റി പ്രോപ്പർട്ടി ഫ്ലൂയിഡിനുണ്ടാവും. ഈ ഒരു ഷിയർ ഡിഫോർമേഷന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു വിസ്കോസിറ്റി പ്രോപ്പർട്ടി അതിനുണ്ട്. സോ നമുക്ക് അതിന് വിസ്കോസിറ്റി കൂടി കൺസിഡർ ചെയ്ത് എഴുതുകയാണെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ദെൻ ഈ ഒരു ഫ്ലൂയിഡിന് തന്നെ ഈ ഒരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു വെലോസിറ്റി വേരിയേഷൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പോർഷനിലൊരു വെലോസിറ്റി ആയിരിക്കും, മിഡിൽ പോർഷനിലൊരു വെലോസിറ്റി ആയിരിക്കും, ലോവർ പോർഷനിൽ വേറൊരു വെലോസിറ്റി ആയിരിക്കും. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടു ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി വി ബൈ ഡി വൈ. ഓരോ ഹൈറ്റിനും വെലോസിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു വൈ എഴുതിയത്. വി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വെലോസിറ്റിയാണ്. മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് സ്ട്രെയിൻ റേറ്റ് ആണ്. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. Then coefficient of viscosity can be calculated as mu is equal to 2 by Rs, where Rs is equal to Vmax by H. Rs എന്ന് പറയുന്നത് ഷിയർ റേറ്റ് ആണ്. ഷിയർ റേറ്റ് തന്നെയാണ് ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത്. ഡി വിക്ക് പകരം Vmax എഴുതിയിട്ടുണ്ട്, ഡി വൈക്ക് പകരം H എഴുതിയിട്ടുണ്ട്. Now rate of volumetric fluid flow. ഒരു വോളിമെട്രിക് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. സോ ഇവിടെ ക്യൂ ഇസ് ഈക്വൽ ടു എ എസ്, ക്രോസ് സെക്ഷണൽ ഏരിയ ഫോർ ദ ഫ്ലോ ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്. നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡ് ഫ്ലോൻ്റെ പാറ്റേൺ ഏതാണെന്ന് നോക്കുന്നത് റെനോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ്. റെനോൾഡ്സ് നമ്പർ ആർ ഇ ഇസ് ഈക്വൽ ടു റോ വി എൽ ഡിവൈഡഡ് ബൈ മ്യൂ, വെർ റോ ഫ്ലൂയിഡ് ഡെൻസിറ്റി, V and L represent the characteristic velocity and length scales of the flow. mu എന്ന് പറയുന്നത് viscosity. സോ ഈ ഒരു റെനോൾഡ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫ്ലൂയിഡ് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞു. ഫ്ലൂയിഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത് ലാമിനാർ ഫ്ലോ ആയിരിക്കാം ഓർ ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കാം. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് സ്റ്റഡി ആയിട്ടുള്ളൊരു ഫ്ലോ. ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു റഫ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫ്ലോവിനെയാണ് നമ്മൾ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയാം. ദാറ്റ് മീൻസ് റെനോൾഡ്സ് നമ്പറിനെ നമുക്ക് എഴുതാം. റെനോൾഡ്സ് നമ്പർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനേർഷ്യൽ ഫോഴ്സസ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ്. മാക്രോ ഫ്ലോസ് അല്ലെങ്കിൽ മാക്രോ ഫ്ലോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
അതിൻ്റെ ഇനേർഷ്യൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനേർഷ്യൽ ഫോഴ്സസ് ഹൈ ആണെങ്കിൽ റെനോൾഡ്സ് നമ്പർ ഹൈ ആയിരിക്കും. റെനോൾഡ്സ് നമ്പർ ഹൈ ആയിട്ടുള്ള ഫ്ലോവിനെയാണ് നമ്മൾ ടർബുലൻസ് ഫ്ലോ എന്ന് പറയുക. ദെൻ മൈക്രോ ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിസ്കോസിറ്റി ഹൈ ആയിരിക്കും. വിസ്കോസിറ്റി മീൻസ് വിസ്കസ് ഫോഴ്സ് ഹൈ ആയിരിക്കും. വിസ്കസ് ഫോഴ്സ് ഹൈ ആണെങ്കിൽ റെനോൾഡ്സ് നമ്പർ ലോ ആയിരിക്കും. അവിടെ ലാമിനാർ ഫ്ലോ മെയിൻലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൈക്രോ ട്യൂബ്സിലെല്ലാം ലാമിനാർ ഫ്ലോ ആണ് വരിക. റെനോൾഡ്സ് നമ്പർ ലോ ആയിരിക്കും. നൗ കൺസിഡർ ദിസ് ഫിഗർ. ഒരു ഫിഗറിൽ പ്രഷർ ഡ്രോപ്പ് ഓവർ ദ ലെങ്ത് എൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ അതിനു വേണ്ടി നമ്മൾ ഹേജ് ആൻഡ് പോസൽ ലോ ആണ് യൂസ് ചെയ്യുക. ബേസ്ഡ് ഓൺ ദാറ്റ് delta P is equal to 8 mu LQ divided by pi A raised to 4. ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് 8 mu LQ divided by pi A raised to 4 ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദാറ്റ് ട്യൂബാണ്. Q എന്ന് പറയുന്നത് വോളിമെട്രിക് ഫ്ലോ ആണ്. A എന്ന് പറയുന്നത് ആ ഒരു പൈപ്പിൻ്റെ അല്ലെങ്കിൽ കോൺഡ്യൂട്ടിൻ്റെ റേഡിയസ് ആണ്. നൗ പ്രഷർ ഇതാണെങ്കിൽ ഇതിൽ നിന്നും വോളിമെട്രിക് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. Q is equal to pi A raised to 4 delta P divided by 8 mu L. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ആവറേജ് വെലോസിറ്റി, ഈ ഒരു പൈപ്പിൻ്റെ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് നമുക്ക് എഴുതാം. ആവറേജ് വെലോസിറ്റി V average is equal to Q by pi A square. ഈ ഒരു ഇക്വേഷൻ വന്നത് വോളിമെട്രിക് ഫ്ലോയിൻ്റെ ഇക്വേഷനിൽ നിന്നാണ്. Q is equal to A into V average ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. സോ ആ ബേസിക് ഇക്വേഷനിൽ നിന്ന് V average എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഈ ഒരു V averageൻ്റെ വാല്യൂ മീൻസ് ഈ ഒരു V averageൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് Q എന്താണെന്ന് എഴുതാം. Q is equal to V average into pi A square ആണ്. ഈ ഒരു വാല്യൂ കൊണ്ടുപോയി പ്രഷറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് ഡെൽറ്റ P is equal to 8 mu V average into L divided by A square. So the pressure, ഇതാണ് പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് മീൻസ് ഓരോ ടൈമിലുള്ള പ്രഷർ ഡ്രോപ്പ്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഡെൽറ്റ P by ഡെൽറ്റ X is equal to 8 mu V average divided by A square. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കെയിലിംഗ് ചെയ്യുകയാണെങ്കിൽ വോളിമെട്രിക് ഫ്ലോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A raised to 4 ആണ്. whereas പ്രഷർ ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A raised to -2 ആണ്. ഒരു മൈക്രോ സ്കെയിലിലുള്ള ഒരു കോൺഡ്യൂട്ട് അല്ലെങ്കിൽ ഒരു ട്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്യൂബിൻ്റെ അകത്ത് കാപ്പിലറി എഫക്റ്റ് വരും. മൈക്രോ സ്കെയിലിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോയിൻ്റെ അവിടെ കാപ്പിലറി എഫക്റ്റ് വരും. ദാറ്റ് മീൻസ് അവിടെ സർഫസ് ടെൻഷൻ്റെ എഫക്റ്റ് കൂടി വരും. അങ്ങനെയാണെങ്കിൽ മൈക്രോ സ്കെയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ P എന്ന് പറയുന്നത് ഗാമ ബൈ A ആണ്. ഗാമ ഇസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് സർഫസ് ടെൻഷൻ. ഇതൊരു സിലിണ്ടറിൻ്റെ കേസാണ്. വെറാസ് ലിക്വിഡ് സ്ഫിയർ ആണെങ്കിൽ ഡെൽറ്റ P is equal to 2 ഗാമ ബൈ A. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷറിൻ്റെ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ എഴുതിയത്. അതിൻ്റെ കൂടെ മൈക്രോ സ്കെയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു സർഫസ് ടെൻഷൻ്റെ എലമെൻറ്റ് കൂടി ആഡ് ചെയ്യും. മീൻസ് ഡെൽറ്റ P is equal to ഗാമ ബൈ A എന്ന് പറയുന്ന ഒരു ടേമും കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്, മൈക്രോ സ്കെയിലിൽ പ്രഷർ ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് L raised to -3 ആയിരിക്കും.